ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 5G നെറ്റ്വർക്കും അതുപോലെ തന്നെ മൊബൈലിലെ 5G നെറ്റ്വർക്കിനെ കുറിച്ചിട്ടും വൈഫൈയിലെ 5G ഗാർഡ്സ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ടുമാണ്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഇതിൽ പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂവേഴ്സും ചോദിക്കുന്നുണ്ട് ഇതിൽ ഒന്ന് വിശദീകരിച്ച് തരാമെന്നുള്ള കാര്യം. അപ്പം നമ്മൾ ഓർക്കുക, നമ്മുടെ ഫോണിൽ 2G, 3G, 4G, 5G ഇങ്ങനെ ഓരോ നെറ്റ്വർക്ക് ഉണ്ട്. ഇതെല്ലാം ഇറങ്ങിയ സമയത്ത്, അതായത് 2Gയും 3Gയും ഇറങ്ങിയ സമയത്ത് സെപ്പറേറ്റ് റീചാർജ് ആയിരുന്നു. 2Gക്ക് വേറെ 3Gക്ക് വേറെ എന്നുള്ള രീതിയിൽ. പിന്നെ 4G വന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നീട് 4G ശരിക്കും കൊണ്ടുവന്നത് റിലയൻസ് ആണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ റിലയൻസിന് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ നെറ്റ്വർക്കിൽ ഒറ്റ റീചാർജ് നിലക്ക് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കുമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് 3G കൊണ്ടുവന്ന സമയത്ത് ഐഡിയയും എയർടെലൊക്കെ സെപ്പറേറ്റ് റീചാർജ് കൊടുക്കുമായിരുന്നു. അതായത് റീചാർജ് ചെയ്യുമ്പോൾ 3G ഡാറ്റ ഇത്ര, 2G ഡാറ്റ ഇത്ര, അങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 5G വന്ന സമയത്തും റിലയൻസിൻ്റെ 5G വന്ന സമയത്ത് റിലയൻസ് പറഞ്ഞിട്ടുണ്ട് ലോഞ്ചിങ്ങിൽ 2G ഉപയോഗിക്കുന്ന 4G ഡാറ്റയ്ക്ക് ആ ദിവസം കിട്ടുന്ന 1.5 GB തന്നെയാണ്. അല്ലാതെ 5G എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം, അൺലിമിറ്റഡ് ആണെന്നുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, അപ്പം ഇതുപോലെയല്ല നമ്മളെ വൈഫൈയുടെ റീചാർജ് എന്ന് പറഞ്ഞാൽ. വൈഫൈയുടെ റീചാർജ് നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ പറയുന്ന കാര്യം ഇത്ര GB ഇത്ര പൈസ, അതാണ് നമ്മൾ ഫോൺ ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്ര GB നമ്മൾക്ക് ഡാറ്റ കിട്ടണമെങ്കിൽ ഇത്ര പൈസ റീചാർജ് ചെയ്യണം എന്ന രീതിയിലാണ് ഫോണിൻ്റെ റീചാർജുകൾ വരാം. എന്നാൽ വൈഫൈയിൽ നോർമലായിട്ട് അങ്ങനെയല്ല വരാം. വൈഫൈയിൽ എടുക്കുമ്പോൾ സ്പീഡാണ്, ഇത്ര Mbps ഇത്ര പൈസ എന്നുള്ള നിരക്ക്. അതിലും ഈ ഡാറ്റ ലിമിറ്റ് ഉണ്ട്. എന്നിരുന്നാലും മൊബൈലിനെ സംബന്ധിച്ചതിനേക്കാളും കൂടുതലാണ് ഈ പറയുന്ന വൈഫൈയിൽ ഡാറ്റ. ഏകദേശം 1000 GB തൊട്ട് മുകളിലോട്ടാണ് ഡാറ്റ കൊടുക്കാറ്. ഒരു റീചാർജിന് 1000 GB ഇത്ര Mbps എന്ന നിലക്കാണ് കൊടുക്കുക. ഇപ്പം എയർ ഫൈബർ വന്ന സമയത്ത് എല്ലാത്തിലും ലിമിറ്റ് ഉണ്ടായിരുന്നു ഇത്ര GB എന്നുള്ളത്. അതിപ്പം 100 Mbps അതേ ലിമിറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 300 Mbps ആ ലിമിറ്റ് തന്നെയാണ്. റീചാർജിൻ്റെ എമൗണ്ട് കൂടും, സ്പീഡ് കൂടും എന്നല്ലാതെ നമുക്ക് ഉപയോഗിക്കുന്ന ഡാറ്റയിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ റീചാർജ് ബേസ് ചെയ്തിരിക്കുന്നത് വൈഫൈയിൽ അതിൻ്റെ സ്പീഡിനെ പറ്റിയിട്ടാണ്. പിന്നെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു വ്യൂവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് വൈഫൈ എടുക്കുന്ന സമയത്ത് ഇതാണ് നല്ലതെന്നുള്ളത്. ഓർക്ക് നമ്മളെല്ലാ സംഭവവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ 2.4 GHz വൈഫൈനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് 5G കൂടി സപ്പോർട്ട് ചെയ്യുന്ന വൈഫൈ എടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർമ്മിക്കുക, നമ്മളിപ്പോൾ 3G ഫോൺ വാങ്ങുന്നത്, ഓക്കെ, 3Gയുടെ ഫോൺ വാങ്ങുന്ന സമയത്ത് അതിൽ 2G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ 2G കഴിഞ്ഞു, 3G കഴിഞ്ഞു, 4G കഴിഞ്ഞു, 5G വന്നു. റിലയൻസിൻ്റെ ചില ഫോണുകൾ അവർ തന്നെ ഇറക്കിയിട്ടുള്ള ചില ഫോണുകളുണ്ട്, ലൈഫ് പോലത്തെ. അങ്ങനത്തെ ഫോണുകളിൽ ഒറ്റ നെറ്റ്വർക്കേ സപ്പോർട്ടുള്ളൂ, അത് 4G മാത്രമാണ്. അതിൽ 2Gയോ 3Gയോ ഒന്നുമില്ല. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല. നോർമലായിട്ട് നമ്മളിപ്പോൾ ഒരു സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൽ 2G നെറ്റ്വർക്കും 3G നെറ്റ്വർക്കും 4G നെറ്റ്വർക്കും 5G നെറ്റ്വർക്കും എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇതിന് സെപ്പറേറ്റ് റീചാർജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മളെ വീട്ടിലെ വൈഫൈ എന്ന് പറയുന്നത് അത് ഇത്ര Mbps നമ്മൾ അതിൻ്റെ പൈസ അടച്ചു കഴിഞ്ഞാൽ അത് 2Gയിൽ ഉപയോഗിക്കണോ 3Gയിൽ ഉപയോഗിക്കണോ, അതായത് ജിഗാഡ്സ് 2.4 GHz എന്ന് പറയും. പിന്നെ 5 GHz, 6 GHz, 7 GHz, ഇതാണ് ഇപ്പോൾ നിലവിലുള്ളത്. 8ൻ്റെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളെ ഇഷ്ടമാണ്. അപ്പം നമ്മളൊരു 100 Mbps ഒരു വൈഫൈ മോഡം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2.4 GHz വഴി നമുക്ക് ഏകദേശം ഒരു നല്ല ഫോണും നല്ല മോഡമൊക്കെ ആണെങ്കിൽ ഒരു 60-80 Mbps ഒക്കെ നമുക്ക് ഫോണിലൂടെ തന്നെ ആക്സസ് ചെയ്യാം. പക്ഷേ കൂടുതൽ ആൾക്കാർ കണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും സ്പീഡ് നമുക്ക് ലഭിക്കില്ല, വൈഫൈയുടെ സ്പീഡ് കുറയും. ഓക്കെ, പക്ഷെ നേരെ മറിച്ചിട്ട് ഇത് ഒരു 60 മുതൽ 80 Mbps വരെ 2.4 GHz നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഈ മോഡം നമ്മൾ കമ്പ്യൂട്ടറായിട്ട് ലാൻഡ് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയാണ് പ്ലാൻ എടുത്തത്, ഇപ്പോൾ 300 Mbps ആണെങ്കിൽ 300 Mbps തന്നെ നമുക്ക് ലാൻഡിലൂടെ കിട്ടും. 100 Mbps എടുത്തു കഴിഞ്ഞാലും 100 Mbps കറക്റ്റായിട്ട് ലാൻഡിലൂടെ കിട്ടും. പക്ഷേ 100 Mbps 2.4 GHz വരുന്ന വൈഫൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു 60-80 MB കിട്ടും. അതും പഴയ മൊബൈലൊക്കെ ആണെങ്കിൽ അതിൻ്റെ വൈഫൈ ഹാർഡ്വെയറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് കുറേയും കൂടുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ ഡുവൽ ബാൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2.4 GHz ആണ് ഫസ്റ്റ് ബാൻഡ് വരുന്നത്. പിന്നെ 5 GHz വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 GHz, 7 GHz. അപ്പോൾ 3 GHz വരുന്നത് ഇപ്പോൾ ട്രൈ ബാൻഡ്, ഡുവൽ ബാൻഡ് എന്നൊക്കെ പറയും. അപ്പോൾ സാധാരണയാണെങ്കിൽ 2 ആൻറ്റിനയിൽ വരുന്നതും സിംഗിൾ. ഈ ആൻറ്റിന നോക്കിയിട്ട് ഒരിക്കലും അത് ഡുവൽ ബാൻഡ് ആണോ ട്രൈ ബാൻഡ് ആണോ അല്ലെങ്കിൽ നോർമൽ സിംഗിൾ ബാൻഡ് ആണോ എന്ന് കരുതാൻ പാടില്ല. കാരണം ഒരു ആൻറ്റിന ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 2.4 5 ഒക്കെ ഈ ഒറ്റ ആൻറ്റിൽ തന്നെ വരും. 2 ആൻറ്റിന ഉണ്ടെങ്കിലും പറ്റും, പിന്നെ 5 ആൻറ്റിന ഉണ്ടെങ്കിലും ഇതൊക്കെ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത്
ആൻറ്റിനയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്തിനെയാണ് നമ്മൾ ഇത്ര ജിഗാർട്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. അപ്പോൾ ഈ 2.4 ജിഗാർട്സിനെ കാട്ടിയും കുറച്ചും കൂടി സ്പീഡും കപ്പാസിറ്റിയും കൂടുതലാണ് 5 ജിഗാർട്സിന്. നമ്മൾ ഈ ജിഗാർട്സിൻ്റെ കാര്യം പറയുമ്പോൾ നെറ്റ്വർക്ക് പറയുന്നത് പോലെ തന്നെ നമ്മൾ നോർമലായിട്ട് കരുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് കരുതാം 5G നെറ്റ്വർക്ക് 4G നെറ്റ്വർക്ക് 5G നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ ഒന്നല്ലേ കൂടുതലുള്ളൂ എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ ഒന്ന് കൂടുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇപ്പോൾ 4Gയിൽ 100 Mbps കിട്ടുകയാണെങ്കിൽ 5Gയിൽ 200 Mbps കിട്ടും. അങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ കരുതുക. പക്ഷെ അങ്ങനെയല്ല, 10 ഇരട്ടിയും 20 ഇരട്ടിയൊക്കെയാണ് ഒരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഇതിലുണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സംഖ്യ മാത്രമേ കൂട്ടി പറയുന്നുള്ളൂ. അത് 3G ആണ്, ഇത് 4G, അല്ലെങ്കിൽ ഇത് 4G ആണ്, ഇത് 5G. അങ്ങനെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ സാധാരണ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 100 Mbps കിട്ടുമെങ്കിലും അടുത്തതിൽ 200 Mbps എന്നായിരിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഇതിൽ 100 Mbps ആണെങ്കിൽ അടുത്തതിൽ 2000 Mbps ആയിരിക്കും സ്പീഡ് വേരിയേഷൻ വരിക. അത്രയും ചേഞ്ചസ് കറക്റ്റായിട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അത്രയും ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ വാങ്ങുന്ന TV-കളിലൊക്കെ 4Kയിലൊക്കെ നല്ല വൃത്തി കാണണമെങ്കിൽ ഈ പറയുന്ന കുറച്ചും കൂടി ഹൈ ക്ലാരിറ്റിയിൽ, അപ്പം നമ്മളെ ഈ വീഡിയോസൊക്കെ വീഡിയോ ബിട്രേറ്റ് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഒരു സെക്കൻഡിൽ ഇത്ര ബാൻഡ് വിഡ്ത്ത്, ഇത്ര Mbps എന്നുള്ള കണക്കില്ല. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ ഇപ്പം നമ്മളിപ്പം യൂട്യൂബ് എടുത്തേക്ക് തന്നെ 1080p പ്രീമിയം എന്നൊക്കെ കാണാറില്ലേ, അത് ബിട്രേറ്റ് അനുസരിച്ചിട്ടാണ്. കുറഞ്ഞ ബിട്രേറ്റുള്ള 1080p നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും, പക്ഷേ കൂടുതലിന് പൈസ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ TV-യിലൊക്കെ കാണുന്ന സമയത്ത് 4K അടിച്ചു പൊടിച്ച് നല്ല അടിപൊളിയായിട്ട് കാണണമെങ്കിൽ അതിൽ നമ്മുടെ TV 5 GHz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മോഡും 5 GHz സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബഫറിംഗ് ഒന്നും ഇല്ലാതെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നേരെ മറിച്ചിട്ട് 2.4 GHz ബഫറിംഗ് ഇല്ലാതെ കാണാം. എന്നിരുന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 GHz തന്നെയാണ്. ഇതിന് കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇപ്പം നമ്മൾ ഫോൺ ഉപയോഗിച്ച് പോകുമ്പോൾ അധികാരം വൈഫൈ ഓഫാക്കേണ്ടി വെച്ചില്ല, ഓഫാക്കി വെക്കാൻ ചാൻസ് കുറവാണ്. അപ്പം കുറേ ഡിവൈസുകൾ അങ്ങനെ 2.4 കിടക്കുമ്പോൾ 2.4ൻ്റെ കപ്പാസിറ്റി കുറയും ഈ ആക്സസ് ഉള്ളതുകൊണ്ട്. ഓക്കെ, നേരെ മറിച്ച് ഇപ്പോൾ TV 5-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5-ൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ലാതെ 5 GHz സെപ്പറേറ്റ് വർക്ക് ചെയ്യും. ഈ 2.4 നമ്മുടെ മോഡത്തിൽ 2.4-ൽ എത്ര ആൾ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, അത് നോക്കില്ല. 5 GHz എന്ന് പറയുമ്പോൾ അത് സെപ്പറേറ്റ് തന്നെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. പക്ഷേങ്കിൽ സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ 2.4 GHz ഇപ്പോൾ നമ്മൾ 100 Mbps ഉപയോഗിക്കാൻ മേടിച്ചോ, അപ്പോൾ അതിലൊരു 50 Mbps ഒരാൾ 2.4-ൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാക്കി 50 Mbps നമ്മൾക്ക് 5Gയിൽ കിട്ടും. പക്ഷേങ്കിൽ നേരെ മറിച്ചിട്ട് നമ്മളൊരു 100 Mbps പ്ലാൻ എടുത്തു, നമ്മുടെ TV 2.4 തന്നെ കൊടുത്തു, ഇതിൽ ഒരു 4-5 ആൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 4 ആൾ കണക്ട് ചെയ്താൽ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 25 Mbps വെച്ച് കിട്ടണ്ടേ, അതൊരിക്കലും 2.4-ൽ കിട്ടില്ല. കാരണം ആൾക്കാർ കൂടുന്നതോറും ഇതിൻ്റെ പവർ കുറഞ്ഞു വരും. അപ്പോൾ 5-6 ആൾക്കാർക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കാട്ടി കുറയും. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾക്ക് ഏറ്റവും നല്ലത് പറയുന്നത് ഒന്നുകിൽ ഇനി എടുക്കുന്ന മോഡലുകൾ 2.4-ലോ 2.4 അല്ല 5 GHz മോഡ് എടുക്കുന്ന ഏറ്റവും നല്ലത്. ഇപ്പോൾ 6 ഇറങ്ങിയിട്ടുണ്ട്, 6 കിട്ടുന്നതിന് എടുക്കാം. അപ്പോൾ അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾക്ക് ഓഫാക്കി വെക്കാൻ വേണ്ടിയിട്ട്. 5 GHz ഓഫാക്കി വെക്കാം, 6 GHz ഓഫാക്കി വെക്കാം. പക്ഷേ ഒരു കാര്യം അറിയാം, ഇത് ഓഫാക്കി വെച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. അതല്ല, ഇത് ഉണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചതുകൊണ്ടോ നമുക്ക് കൂടുതൽ പൈസയും വരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ആ ഒറ്റ റീചാർജ് തന്നെ നമ്മളിത് 5 GHz ആയിട്ട് ഉപയോഗിക്കണോ അല്ല 6 GHz ഉപയോഗിക്കണോ അല്ല നോർമലി 2.4 തന്നെ ഉപയോഗിക്കണോ, ഇതൊക്കെ നമ്മളെ തീരുമാനമാണ്. നമ്മൾ ആകെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന ആ വൈഫൈൻ്റെ റീചാർജ് ചെയ്യുന്നുള്ളൂ. അതിന് അപ്പം ഈ 5 GHz മോഡ് എടുക്കുമ്പോൾ 5G നമ്മൾ മൊബൈൽ വിചാരിക്കുന്ന പോലെ 5Gക്ക് സെപ്പറേറ്റ് റീചാർജ് അങ്ങനെയൊന്നുമില്ല, ആകെ ഒറ്റ റീചാർജാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെക്കുന്ന മോഡത്തിൻ്റെ പവർ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ഫോൺ പുതിയതാണ്, ഇപ്പോൾ OnePlusൻ്റെ 12-ഓ അതിൻ്റെ മുകളിലുള്ള ഫോണൊക്കെ ആണെങ്കിൽ അതിൽ 6 വൈഫൈ 6ഉം 7ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OnePlusൻ്റെ ലേറ്റസ്റ്റ് ഡിവൈസിൽ 7ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു 6 GHzൻ്റെ വൈഫൈ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ നല്ലോണം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ 6 GHzലൊക്കെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നോർമൽ USB-നെക്കാട്ടി ഇരട്ടി സ്പീഡിലാണ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ നോർമലായിട്ട് നമ്മൾ സാധാരണ അതൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ മാക്സിമം നമ്മൾക്ക് ഒരു 5 GHz തന്നെ ധാരാളമാണ്. ഗെയിമിങ്ങിനായാലും ശരി, ഇനി വീഡിയോസ് കാണാനും ശരി, നല്ലൊരു മോഡത്തിൽ 5 GHz തന്നെ നമുക്ക് എനഫാണ് സ്പീഡ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ പുതിയ മോഡം വാങ്ങുമ്പോൾ 2.4 GHz മാത്രം നിൽക്കാൻ പാടില്ല, 5 GHz കൂടി എടുക്കാം. പിന്നെ കേരള വിഷൻ്റെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള വിഷൻ്റെ ഓപ്പറേറ്ററോട് പറയാം എനിക്ക് 5 GHzൻ്റെ മോഡം വേണമെന്ന് പറയാം.
ഫ്രീ ഓഫറിലാണ് എടുക്കുന്നെങ്കിൽ അവർ ഫ്രീ ആയിട്ടൊരു മോഡം തരുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ അഡീഷണൽ പൈസ അവർ വാങ്ങും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാലും അവർ തരുന്ന മോഡം തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. കാരണം നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു മോഡം വാങ്ങിച്ചിട്ട് അതിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി, കണക്ഷൻ ശരിയില്ല, സ്പീഡ് കുറവെന്നൊക്കെ പറഞ്ഞാൽ അവർ ചിലപ്പം കൂട്ടാക്കില്ല. കാരണം അവർ പറയുന്നത് നമ്മൾ വെച്ചെന്നല്ല, നിങ്ങൾ ഇഷ്ടപ്രകാരം വെച്ചില്ല, നിങ്ങൾ സർവീസ് ചെയ്യണമെന്നുള്ള രീതിയിൽ ചില ആൾക്കാർ സംസാരിക്കും. നല്ലവരും ഉണ്ട്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ അത് കറക്റ്റാക്കി തരുന്ന ആൾക്കാരുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുന്നത് അവർ തന്നെ ഒരു മോഡം തരുമ്പം അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം, അവരത് ചെയ്തു ചെയ്യും. അതുപോലെ തന്നെ GX എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അതിൻ്റെ ടൈറ്റാനിയം സീരീസിൽ വരുന്ന വൈഫൈ മോഡം വാങ്ങി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കമ്പനി തന്നെയാണ്. ഇതുവരെ ഞാൻ കുറേ ഉപയോഗിക്കുന്നു, എനിക്ക് യാതൊരു വിധ പ്രോബ്ലം അതിലില്ല. അപ്പോൾ നിങ്ങൾക്കും GXൻ്റെ തന്നെ മോഡം വെക്കാം. GX മാത്രം നല്ലതെന്നല്ല, നെറ്റ് ലിങ്കും പോലെ കുറേ കമ്പനികളുണ്ട്, അതൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എല്ലാ മോഡവും ഒരുപോലെ തന്നെ. എന്നിരുന്നാലും ഞാനിപ്പം ഉപയോഗിച്ച സ്ഥിതിക്ക് എനിക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല എന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. GXൻ്റെ മോഡൽ നല്ല മോഡൽ തന്നെയാണ്. ടൈറ്റാനിയം സീരീസിൽ 2000 സംതിങ്, എനിക്ക് കറക്റ്റ് മോഡൽ ഇപ്പോൾ ഓർമ്മയില്ല. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ ആ മോഡൽ കൊടുക്കാം. ആ മോഡൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. അപ്പം നമ്മൾ വൈഫൈയിൽ റീചാർജ് ചെയ്യുമ്പോഴും ആ ഒറ്റ റീചാർജ് ചെയ്യലും, അത് 2.4 വേറെ റീചാർജ്, 5G കാർഡ്സിന് വേറെ റീചാർജ്, അങ്ങനെയൊന്നുമില്ല. ഒരു റീചാർജ് ചെയ്യാം, നമ്മുടെ ഡിവൈസിന് ഏതാണ് പവർ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് വൈഫൈ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരേ സമയത്ത് നമ്മുടെ ഫോൺ 5G കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ വൈഫൈ ഓണാക്കി കഴിഞ്ഞാൽ അതിൽ 2 ആക്സസ് പോയിന്റുകൾ കാണിക്കും. ഒന്ന് 2.4, പിന്നെ 5G കാർഡ്സ്. 5G കാർഡ്സിൻ്റെ നമ്മൾ വൈഫൈ ഓണാക്കുമ്പോൾ തന്നെ 5G കാർഡ്സിൻ്റെ അതിൽ നമ്മൾ സെപ്പറേറ്റ് സെയിലിൽ ഇങ്ങനെ എഴുതി കാണിക്കും 5G കാർഡ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ, ഞാനിതുവരെ 6 അങ്ങനെ ഫോണിൽ ഉപയോഗിച്ചിട്ടില്ല ധാരാളമായിട്ട്, 6ലും അതേപോലെ കാണിക്കും, നോട്ടിഫൈ ചെയ്യും ഇതാണെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 5G കാർഡ്സും 6G കാർഡ്സും സപ്പോർട്ട് ചെയ്യുന്ന മോഡാണെങ്കിൽ അതിൽ 3 സപ്പോർട്ട് ചെയ്യും. 2.4 ഉണ്ടാവും, 5 ഉണ്ടാവും, 6 ഉണ്ടാവും. അപ്പോൾ നമുക്ക് 3 ആക്സസ് പോയിന്റുകൾ കാണാൻ വേണ്ടി പറ്റും. ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത് അതെടുക്കുക. ഇതിൻ്റെ ഈ ബാൻഡ് വിഡ്ത്ത് കൂടുന്നതോറും അതിൻ്റെ സിഗ്നലും പവറും കൂടും. പക്ഷേങ്കിൽ ഈ സിഗ്നൽ സഞ്ചരിക്കുന്ന ദൂരം കുറയും. 2.4 നമുക്ക് നല്ല ലെങ്ത്തിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും കിട്ടും. 5G കാർഡ്സ് ആകുമ്പോൾ അതിലും കുറയും, 6 ആകുമ്പോൾ അതിലും കുറയും. ഓക്കെ, അപ്പം ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ മോഡ് എടുക്കുമ്പോൾ ഡുവൽ ബാൻഡ് മോഡൽ തന്നെ എടുക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് അധികാരം ചോദിക്കണം എങ്ങനെ കോൺടാക്ട് ചെയ്യാന്നുള്ളത്. മൊബൈൽ നമ്പർ ഓപ്പണായിട്ട് കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം ഒരു വട്ടം ലീക്ക് ആയതുകൊണ്ട് കുറേ ആൾക്കാരുടെ മെസ്സേജും കോളൊക്കെ ആയിട്ട് എനിക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മൊബൈൽ നമ്പർ അങ്ങനെ ഓപ്പണായിട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. എനിക്ക് വന്നിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ കമൻറ്റുകൾക്കും 98% കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് പോയി ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.